ഹലോ, എല്ലാവർക്കും നമസ്കാരം. മല്ലു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു മട്ടൻ കറിയാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അത് വറുത്തരച്ച മട്ടൻ കറിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതിന് വേണ്ട എല്ലാ ഐറ്റവും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ അതെല്ലാം ഒന്ന് ഞാൻ പരിചയപ്പെടുത്താം. നമ്മൾ മട്ടൻ കഴുകി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വറുത്തരയ്ക്കാനായിട്ട് വറുത്തരയ്ക്കാനുള്ള തേങ്ങയാണിത്. തേങ്ങയും പെരിഞ്ജീരകവും മാത്രമാണ് ഞാൻ വറക്കുന്നുള്ളൂ. പൊടി ഐറ്റം ഒന്നും ഞാൻ ഇപ്പോൾ ഇടുന്നില്ല. ഇതെല്ലാം നമുക്ക് പിന്നെ വേണ്ടത് 2 സവോളയാണ്. സവോള ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറുള്ളി, ഒരു 10 ചെറുള്ളി എടുത്ത് ചതച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക് നമ്മൾ ചതച്ച് വെച്ചത്, കറിവേപ്പില, പിന്നെ ഒരു തക്കാളി വലുത്, പിന്നെ 2 പച്ചമുളകാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഇത്തിരി കുരുമുളകും ഉപ്പും ചേർത്തിട്ടാണ് നമ്മൾ മട്ടൻ വേവിക്കുന്നത്. അപ്പം നമുക്ക് മട്ടൻ വേവിക്കാനായിട്ട് കുക്കറിൽ നമുക്ക് വെക്കാം. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കാം. ഇനി വേണ്ടത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അരയില്ല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഇതിനൊരു സ്പൂണ്, അര ടീസ്പൂൺ നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. നമ്മൾ ഒരു 1.5 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചാണ് വേവിക്കുന്നത്. നമ്മളിപ്പോൾ 1.5 കപ്പ് വെള്ളം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഒരു 6 പിസിലെങ്കിലും വേണം നമ്മളിത് വേവിക്കുന്നുണ്ട്. മട്ടന് നല്ല വേവുണ്ടല്ലോ. അപ്പം ബീഫോ പോലെയൊന്നുമല്ല മട്ടൻ ഇച്ചിരി വേവ് കൂടുതലാണ്. അപ്പം നമ്മൾ ഫ്ലെയിം ഓണാക്കുവാണേ. ഇനി നമുക്ക് അതവിടെ ഇരുന്ന് ഒന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ഒന്ന് വറുത്ത് ഇതൊന്ന് അരയ്ക്കണം. അപ്പം ഞാനിത് വറുത്തോണ്ട് വരാം, വറുത്ത് അരച്ചോണ്ട് വരാം. തേങ്ങ വറുക്കാനായിട്ടുള്ള ഒരു ചീനച്ചട്ടി നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഗ്യാസ് നമുക്ക് ഓണാക്കാം. ഞാനൊരു തേങ്ങ വറക്കുമ്പോൾ ഞാനൊരു തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ വറക്കുന്നത്. നമുക്ക് പെരിഞ്ജീരകവും തേങ്ങയും കൂടെ നമുക്ക് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ ഷെയ്ഡിൽ നമുക്ക് ഇത് വറുത്തെടുക്കാം. പിന്നെ നമ്മൾ മസാലയൊക്കെ നമുക്ക് മുളക് പൊടിയും ഗരം മസാലയൊക്കെ നമ്മൾ ഇതിനകത്ത് ചേർക്കണം. അപ്പോൾ ഇതെല്ലാം വഴറ്റിയതിന് ശേഷമാണ് നമ്മളത് ചൂടാക്കത്തുള്ളൂ. അപ്പോഴത്തേക്കും അതൊരു ബ്രൗൺ ഷെയ്ഡ് ആകും. അപ്പോൾ ഇതൊരു മീഡിയം ബ്രൗൺ ഷെയ്ഡ് മതി നമുക്ക് വറുത്തരയ്ക്കുമ്പോൾ. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങ ഇവിടെ ഞാൻ വറുത്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി അത് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് അരച്ചുകൊണ്ട് വരാം. നമ്മുടെ മട്ടൻ ഇവിടെ വെന്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഇതൊക്കെ ഒന്ന് വഴറ്റി എടുത്തിട്ട് വേണം മസാല ചേർക്കാൻ. നമുക്ക് ഫ്ലെയിം ഓണാക്കാം. നമ്മൾ ഇതിന് കടുകൊന്നും ചേർക്കുന്നില്ല. പാനൊന്ന് ചൂടാവട്ടെ. നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിക്കാം. ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് ചേർക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നതിന് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മസാല നിങ്ങൾക്ക് തേങ്ങ വറുത്തരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് മസാലകൾ ചേർത്ത് ചൂടാക്കി അരയ്ക്കാവുന്നതാണ്. ഞാൻ പക്ഷേ ഇങ്ങനെയാണ് ചെയ്യുന്നത്. മസാല അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അരയ്ക്കാറില്ല.
ഒരു ടേസ്റ്റ് കിട്ടാൻ നമ്മളിങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ തേങ്ങ വറുത്തരച്ച തേങ്ങ നമ്മൾ മിക്സിയിൽ ജാറിലിട്ട് അരയ്ക്കുമ്പോഴത്തേക്കിനും ആദ്യം ഒന്ന് പൊടിച്ചിട്ട് നമ്മൾ വെള്ളം ചേർത്തിട്ട് രണ്ടാമത് നമ്മൾ തേങ്ങ അരയ്ക്കാവുള്ളൂ. എന്നാലേ ഉള്ളൂ അത് നന്നായിട്ട് അരഞ്ഞു വരത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ ഇതിനകത്തോട്ട് നമുക്കിനി പച്ചമുളകും കറിവേപ്പില ഇടാം. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ചെറുള്ളി ഇട്ട് കൊടുക്കാം. ആ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച സവോളയും കൂടെ ചേർക്കാം. ഇതിനി ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പം നമുക്ക് മസാലകൾ ചേർക്കാം. എന്നിട്ട് നമ്മൾ തക്കാളി ചേർക്കുന്നുള്ളൂ. തക്കാളിയും ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ചു വെച്ച മസാല ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു വീഡിയോസ് ഒക്കെ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്തിരി സംസാരിക്കുന്നതിന് ഇച്ചിരി ഇതുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഷൂട്ട് ചെയ്യുന്നതും ഇങ്ങനെ ഒരു ഇതൊക്കെ ചെയ്ത് നമ്മൾ കാണിക്കുന്നത്. നേരത്തെ മുതലേ കുക്ക് ചെയ്യുമായിരുന്നു. ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെയും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മാവട്ടെ. നമ്മുടെ സവോളയൊക്കെ ഇവിടെ നല്ലതായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് മസാലകളൊന്ന് ചേർക്കാം. 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, മല്ലിപ്പൊടിയാണ്. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ചേർത്ത്. ഇനി നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മട്ടൻ മസാലയാണ്. അതുകൂടെ നമുക്ക് ഒരു സ്പൂണ് നമുക്ക് ചേർക്കാം. നമ്മൾ വേവിച്ചതിനകത്ത് നമ്മൾ മഞ്ഞപ്പൊടി നമ്മൾ ചേർത്തിട്ടാണ് വേവിച്ചത്. എന്നാലും നമ്മൾ ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുവാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് എത്രത്തോളം എരിവ് വേണം അത്രയും നിങ്ങൾക്ക് ചേർക്കാം. ഇതിന്റെ പച്ചമണം മാറുന്നിടം വരത്തേക്ക് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. സവോള കൂടെ ഇട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ചിളക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്ക്, പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വഴണ്ടി വരുന്നിടം വരെ നമുക്ക് മസാലയും ഇതും കൂടെ നമുക്കൊന്ന് മൂടി വെക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് മൂടി വെക്കാൻ. അല്ലെങ്കിൽ ഇത് കരിഞ്ഞിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കൊരു 5 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് അരച്ചു വെച്ച മസാല അരച്ചു വെച്ച ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ച് ഇത് തേങ്ങ അരച്ചെടുക്കണ്ട. നമുക്ക് ആവശ്യത്തിന് നമ്മൾ വേവിച്ച ഇതിനകത്ത് നമുക്ക് വെള്ളമുണ്ട്. അരപ്പിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പച്ചമണം ഒന്ന് തേങ്ങയുടെ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇളക്കിയിട്ട് എന്നിട്ട് വേണം ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ. ആ മസാല നമ്മളിട്ട മസാലകൾ അരപ്പിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്ന് ഒരു 5 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ച് നമ്മുടെ മട്ടൻ ഇതിലേക്ക് ചേർക്കാം. മട്ടനെല്ലാം നന്നായിട്ട്, ഉരുളക്കിഴങ്ങും മട്ടനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 6-7 പീസിലെങ്കിലും നമ്മൾ മട്ടൻ വേവിക്കാനായിട്ട് നമ്മൾ പീസിലടിപ്പിക്കണം. ഇനി ഇതൊന്ന് നമുക്കിതൊന്ന് പറ്റിച്ചെടുക്കണം. മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. നമുക്ക് ഒരു ശകലം ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം.
ഇനി ഒരു സ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുവാണ്. നിങ്ങൾക്ക് മസാല പോരാന്ന് തോന്നുക, കുരുമുളകൊന്നും പോരാ, ഗരം മസാല ഒക്കെ കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ശകലവും കൂടിയൊക്കെ ചേർക്കാം. എരിവ് നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം. ഞാനിപ്പം നമുക്ക് ആവശ്യമുള്ള എരിവാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇതൊന്ന് തിളയ്ക്കണം. അപ്പം നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നിടം വരേക്കും നിങ്ങളുടെ സ്വന്തം സജു.